അപ്പോൾ 30+ ഏജ് കഴിഞ്ഞ് വരുമ്പോൾ നമ്മുടെ സ്കിന്നിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വരും. നമ്മുടെ 30ക്ക് മുമ്പും 30ക്ക് ശേഷവും നമ്മുടെ സ്കിന്നിൽ ഒത്തിരി ഡിഫറൻസ് ആണ്. ആ 30 കഴിയുമ്പോൾ നമ്മുടെ സ്കിന്നിന് കുറച്ചുകൂടെ നമ്മൾ കെയർ ചെയ്യണം. എൻ്റെ വീഡിയോസിൻ്റെ ഫസ്റ്റ് വീഡിയോസ് ഇപ്പോഴത്തെ വീഡിയോസും കാണുമ്പോൾ നിങ്ങൾക്കറിയാം ഒത്തിരി ചേഞ്ച് അറിയാം. ഞാനും അത് മനസ്സിലാക്കിയ ആളാണ്. അപ്പോൾ ഈ ഒരു 30+ ഏജ് ആകുമ്പോൾ സ്കിൻ കെയർ എന്ന് വെച്ചാൽ പുറത്ത് പോകുമ്പോൾ മസ്റ്റായിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യുക. പിന്നെ അവർക്ക് ഏറ്റവും കൂടുതൽ വരുന്ന മെലസ്മ എന്ന് പറയുന്നത് കരിമാങ്കല്യം, അതായത് ഒന്നുകിൽ പിമ്പിൾസ് വന്നിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകാം മാറിയതിനു ശേഷം, ഇല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള കാരണം കൊണ്ട് കരിമാങ്കല്യം മെലസ്മ വന്നാൽ അതെനിക്ക് പറഞ്ഞു തരാറില്ല. നാച്ചുറലായിട്ട് ഈ പിമ്പിൾസ് വന്ന് ചിലർക്കെങ്കിലും അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ട് നോർമലി അവർ ക്ലെൻസിങ്, അതായത് പാല്, ശുദ്ധമായ നമ്മുടെ പശുവും പാലുണ്ടല്ലോ, അത് കുറച്ചെടുത്തതിന് ശേഷം കോട്ടൺ മുക്കി ഫേസിൽ ക്ലെൻസ് ചെയ്യുക. ഇല്ല എങ്കിൽ നമ്മുടെ നവരരി ഉണ്ട്, നവരരി നല്ലൊരു പാക്കാണ്. ഒന്നുകിൽ നവരരി ഉണക്കിപ്പൊടിച്ച് ഒരു 2 സ്പൂൺ എടുത്തതിന് ശേഷം അത് പാലും കൂടെ മിക്സ് ചെയ്ത് ആഴ്ച 2 ദിവസം പാക്കായിട്ട് യൂസ് ചെയ്യാം. ഇല്ല എങ്കിൽ